ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് നാളത്തെ ഡേറ്റ് 6th March 2026. ഓക്കെ, നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. മാർക്കറ്റിലൊരു സിംഗുലാർ മൊമെൻറ്റം അത് ഏത് സൈഡിലോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ മൊമെൻറ്റം കംപ്ലീറ്റ്ലി കണ്ടിന്യൂ ചെയ്യുന്നൊരു ദിവസം കൂടിയാണ് ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ പിന്നെ പോരാതിന് മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു ദിവസം കൂടിയാണ് മാർക്കറ്റിൽ. ഓൾറെഡി മാർക്കറ്റിൽ ഒരു പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്രഷ് കോൺട്രാക്റ്റാണ്. ഇപ്പോൾ സെൻസെക്സിനും പുതിയ വീക്കിലി എക്സ്പെക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടലി മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റിയും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു ദിവസമാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് മാർക്കറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു കൈൻഡ് ഓഫ് പ്രൈസ് ആക്ഷനും കാര്യങ്ങളും മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇപ്പം കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ റാൻഡംലി മാർക്കറ്റിൽ സെല്ലർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കിയത് മാർക്കറ്റ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ അവരെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ആൾസോ ഒരു റിജക്ഷനോട് കൂടിയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് മാർക്കറ്റിൽ ക്ലോസിംഗ് ഇതിൻ്റെ എബോ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, റാൻഡംലി ഇവിടെ ബയർ കയറാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവർ മാർക്കറ്റ് റീട്രേസ്മെൻറ്റിൽ എടുത്തിട്ടുണ്ട്. നെയ്തർ സെല്ലർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ട്രെൻഡ് നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിന് പറ്റിയ ഓപ്പണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ്, ഗ്യാപ്പ് ഡൗൺ ആണ്. ഇത് രണ്ടും നമുക്ക് ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗ്യാപ്പ് അപ്പിൽ കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം മാർക്കറ്റിന് റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് ഓർ സംതിങ് വരും. അപ്പോൾ അത് മാർക്കറ്റിൽ സസ്റ്റെയിൻ ആവോ അതോ സം കൈൻഡ് ഓഫ് ഫെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡ് എടുക്കാൻ. നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ ബൈയിങ് ആണ്. ബൈയിങ് നമുക്ക് നല്ല ലോവറിൽ കിട്ടണം, എന്നാലും നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് ഇതാണ്. മാർക്കറ്റിൽ ഒരു പുതിയൊരു സപ്പോർട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെൻസെക്സിൽ. അതായത് മാർക്കറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ റിജക്ഷൻ വന്നൊരു ഏരിയ, അതായത് 76,656 ആണ്. ആൻഡ് ഓൾസോ യൂഷ്വലി 80,000 റൗണ്ട് നമ്പറും ഉണ്ട്. അപ്പം ഇതൊരു റീസൺ ആണ്. ആൻഡ് അനദർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർലി ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ സ്ട്രക്ചറാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റിൽ അഥവാ അവിടെ ബയ്യർ ഉണ്ടാവാൻ ചാൻസസ് വളരെ ലെസ്സറാണ്. ദിസ് കൈൻഡ് ഓഫ് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബയ്യർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ലെസ്സറാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതൊരു ലോജിക്കലല്ല, എന്നാലും ഞാൻ പറയുകയാണ് ഇതിൻ്റെ വില വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പാർട്ടിസിപ്പേഷൻ വരുള്ളൂ. പിന്നെ നെക്സ്റ്റ് സെയിം സ്ട്രക്ചറാണ് ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയിൽ 24,678 ആൻഡ് 24,500 ഉണ്ട്. ഒരു റെസിസ്റ്റൻസ് അവൈലബിൾ ആണ് 24,920. ഇനി ബാങ്ക് നിഫ്റ്റിയിലും സിമിലർലി നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റിൽ അഥവാ റാൻഡം സെല്ലർ ഇവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മാർക്കറ്റ് റിജക്ഷനോട് കൂടി ക്ലോസ് ചെയ്ത്, അതായത് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ഇതോടെ വന്നതുകൊണ്ട് ഇവിടെ ബയ്യർ ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റ് അവരെ കംപ്ലീറ്റ്ലി എടുത്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും നമുക്കൊരു 58,714 എന്നൊരു സപ്പോർട്ട് അവൈലബിൾ ആണ്. ആൻഡ് യൂഷ്വലി 58,500 ഉണ്ട്, അതൊരു റൗണ്ട് നമ്പറായിട്ട്. പിന്നെ ഇതിൻ്റെ മിഡിലിൽ 59,000 ലെവൽ കിടക്കുന്നുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 59,259 എന്ന ലെവലും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. പിന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കറൻ്റ്ലി വാറിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ വാറിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെല്ലിംഗ് ആണെന്ന് പറയുന്നതോടാണ് മാർക്കറ്റിൽ സൈക്കോളജി എങ്ങനെ വർക്ക് ചെയ്യുക. നമ്മൾ സെല്ലെന്ന് പറയുമ്പോൾ മാർക്കറ്റിന് സൈക്കോളജി അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സെല്ലർ ഇൻവൈറ്റ് ചെയ്ത് മാർക്കറ്റ് അതിനടുത്തെടുത്ത് മേലോട്ട് പോകും. കംപ്ലീറ്റ് പോസിറ്റിവിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ടുമോറോ ഓൾസോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ ഒരു ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി. കാരണം ഓൾറെഡി ബാങ്ക് നിഫ്റ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഫെയിലർ കൺവേർഷൻ, നിഫ്റ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെയിലർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. വന്നു ഡയറക്റ്റ്ലി മാർക്കറ്റ് 24,000 ബ്രേക്ക് ഡൗൺ ചെയ്തു. അതിന് ശേഷം ഇന്നത്തെ ക്ലോസിങ് 24,500 എബോവാണ്. അഥവാ ഇന്നത്തെ ക്ലോസിങ് ബിലോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സെല്ലിങ് പ്ലാൻ ചെയ്യുള്ളൂ. ക്ലോസിങ് എബോ ആയതുകൊണ്ട് ഇതൊരു കൺഫർമേഷൻ ആണ്, മാർക്കറ്റ് നല്ലൊരു ഷൂട്ടപ്പിന് ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് എവിടം വരെ കംപ്ലീറ്റ്ലി പോകാൻ ചാൻസസ് ഇല്ല, ബട്ട് ഒരു റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റിൽ. സെയിം അതായത് ബാങ്ക് നിഫ്റ്റിയിലും സെയിം സിറ്റുവേഷനാണ്. മാർക്കറ്റ് ക്ലോസിംഗ് ആണ് ഒരു മെത്തേഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡിൽ എൻഗുൾഫ് ചെയ്ത രീതിയിൽ. സെൻസെക്സിലും സെയിം സെൻസെക്സിൽ കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. കാരണം ഒരുപാട് ഇയേഴ്സിന് ശേഷമാണ് മാർക്കറ്റ് 500 EMA ടച്ച് ചെയ്യുന്നത്. ആ ടച്ച് ചെയ്ത് മാർക്കറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലോസിങ് 80,000 മേലെ എന്ന് പറയാം, നമുക്ക് ഉറപ്പല്ല, കംപ്ലീറ്റ്ലി മേലെയല്ല, ആ രീതിയിൽ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോസിങ് ഒരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ കൂടിയാണ്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് പ്രൈസ് ആക്ഷൻ ഈ ഒരു റേഞ്ചിൽ സെല്ലർ കയറും തോറും മാർക്കറ്റ് എടുത്ത് പോകുന്ന ഒരു കണ്ടീഷനും ആയതുകൊണ്ട് ആ ദിവസം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകുന്നുള്ളൊരു സിമ്പിൾ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്കിവിടെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്.
സോ അതാണ് എനിക്ക് തോന്നുന്ന പ്രോബിലിറ്റി. ബാക്കി അതിന് ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ SL ബുക്ക് ചെയ്തിറങ്ങും. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ സീ യു ടുമോറോ.